അപ്പോഴേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പേര് കൂടി നമ്മുടെ യാത്രയിൽ കൂടെ ചേരുന്നുണ്ടെന്ന്. ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലായോ? നെട്ടയത്തല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ നിന്ന് ആരായിരിക്കും എന്നോടൊപ്പം വരുന്നത്? അച്ഛനും അമ്മയും. എനിക്ക് തോന്നുന്നു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്തൊക്കെ ഇടുന്നതാട്ടോ. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ എന്തൊക്കെ കമൻറ്റ്സ് വന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ യാത്രയിലാണ്, തായ്ലൻഡിലേക്ക് പോകുന്ന യാത്രയിലാണ്. ആ സമയമായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നെട്ടയിൽ നിന്ന് അച്ഛനും അമ്മയും വരുന്നുണ്ട്. ഈ ചേട്ടൻ മിലിറ്ററിയിലായിരുന്നു. ഇപ്പം നമ്മുടെ അവിടെ റബ്ബറില്ലേ, അവിടെ ടാപ്പിംഗ് ഒക്കെ ചേട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പപ്പിയെ നോക്കാൻ ആളില്ലല്ലോ. ചീമ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചീമ പപ്പിയെ നോക്കിയാനേ. അപ്പോൾ പപ്പിയെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ കൊണ്ടുപോകാണ്. പപ്പികൾക്കൊക്കെ ഡേ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ നമുക്ക് അടുത്ത് അറിയാവുന്ന ഒരാൾ നമ്മുടെ പപ്പിയെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷമാണല്ലേ. പ്രത്യേകിച്ച് അച്ഛന് കേട്ടോ. അച്ഛനും ഡേ കെയറിലൊക്കെ ആക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവസാനം ചേട്ടൻ കൊണ്ടുപോയിക്കോളാം പറഞ്ഞപ്പോഴാണ് അച്ഛൻ സമാധാനമായി. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ചേട്ടൻ്റെ പേര് മനോജ് എന്നാണ് കേട്ടോ. ചേട്ടൻ മിലിറ്ററിയിലായിരുന്നു. പോയി ചേട്ടൻ പാങ്ങോടാണ് താമസിക്കുന്നത്. അപ്പോൾ പപ്പിയെ കൊണ്ടുപോകാം കേട്ടോ. ചേട്ടൻ്റെ വീട്ടിലെ ചേട്ടൻ്റെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പപ്പിക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേദയെ പോലെ ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പപ്പി ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പപ്പിക്കുള്ള പാത്രവും പപ്പിക്കുള്ള ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാക്ക്, മറ്റേ ചാക്കുണ്ടല്ലോ, തുണിച്ചാക്ക് പോലത്തത്, അതൊക്കെയാണ് പപ്പിയുടെ ബെഡ്ഷീറ്റും മെത്തയെന്നൊക്കെ പറയുന്നത് കേട്ടോ. അതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. പാവം കേട്ടോ, സത്യമായിട്ടും പാവം തോന്നി. പപ്പി ഒന്നും അറിയാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം കണ്ടപ്പോഴേ പാവം തോന്നി. അന്ന് അച്ഛൻ്റെ കൂടെ ഭയങ്കര കാര്യമാണ് കേട്ടോ, വാലാട്ടനും. അതുപോലെ പപ്പി അച്ഛനില്ലെങ്കിൽ ഫുഡ് കഴിക്കത്തില്ല. പപ്പി ഭയങ്കര മൂഡ് ഓഫൊക്കെയാണ് കേട്ടോ. അച്ഛൻ വേണം പപ്പിയുടെ കൂടെ എപ്പോഴും. അങ്ങനെയൊക്കെ ഉണ്ട് പപ്പിക്ക്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ടോ, എങ്ങനെയാണ് ആൾ, കുറച്ച് ദേഷ്യക്കാരനൊക്കെ കേട്ടോ. ഞാനും പപ്പിയും ശത്രുക്കളാണ്. ഞാൻ പപ്പിയായിട്ട് കൂടാനൊന്നും പോകില്ല. വേദയും ചീമയും അച്ഛനും ഭയങ്കര കൂട്ടാണ്. ഞാനും അമ്മയും പപ്പിയുടെ ശത്രുക്കളാണ്. എന്നെ കാണുമ്പോഴേ മുറുകി നിൽക്കും കേട്ടോ. വേദയെ വഴക്കൊക്കെ പറയുമ്പോൾ പപ്പിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഇനി ആ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് പപ്പി കഴിക്കുന്നുണ്ടോ, പട്ടിണി കിടക്കുന്നുണ്ടോ, അച്ഛനെ കാണാണ്ട് അസുഖം വരുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. 2 ദിവസമായിട്ട് പപ്പിക്ക് അമ്മ പറയുന്നുണ്ടായിരുന്നു കുരയ്ക്കുമ്പോൾ ശബ്ദമൊന്നും വരുന്നില്ല, ചെറുതായിട്ട് ജലദോഷമോ തൊണ്ടവേദനയൊക്കെ ആയിരുന്നു കേട്ടോ പപ്പിക്ക്. നമ്മളെപ്പോലെ തന്നെ കേട്ടോ, മനുഷ്യരെ പോലെ പാവം പപ്പിയെ കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ സത്യമായിട്ട് സങ്കടം തോന്നി. എന്താ നമ്മുടെ കൂടെ ഉള്ള ഒരാളല്ലേ അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടപ്പോൾ ഒരു വിഷമം തോന്നി കേട്ടോ. അപ്പോൾ ചേട്ടനും പേടിയുണ്ട്, ആളെങ്ങനെയാണ്. ചേട്ടൻ നാൾ വന്നപ്പോഴൊക്കെ ഭയങ്കര കുരയും ഇങ്ങനെ മുറിവയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് പോകുന്നത് തൽക്കാലം ചെയ്യില്ല, അവിടെ ചെന്നിട്ട് അധികം കളിപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞാണ് സെറ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത് കേട്ടോ. പോകാനിറങ്ങിയപ്പോഴാണ് അച്ഛൻ ഹെൽമെറ്റ് എടുത്തില്ല എന്ന് ഓർത്തത്. പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ പപ്പിയും എവിടെ പോകണു, എന്താ പരിപാടി ഒന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് പപ്പി ഇങ്ങനെ നിൽക്കുകയാണേ. പപ്പിക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ കാറിൽ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഛർദ്ദിച്ച് കൂടങ്ങി ഒരു പരുവാവും കേട്ടോ. കാറിലാണെങ്കിൽ 2 വീലറിലായതുകൊണ്ട് ആൾ വലിയ സന്തോഷത്തിലിരിക്കുകയാണ്. എന്തായാലും ഇതേ പപ്പിയെ കൊണ്ടുപോയിട്ടുണ്ട്. നാളെ രാവിലെ നമ്മൾ യാത്ര തിരിക്കും. വൈകുന്നേരമാണ് കേട്ടോ പപ്പിയെ കൊണ്ടുപോയത്. അപ്പോൾ ഇടയ്ക്ക് ചേട്ടൻ വന്ന് വീട്ടിലൊക്കെ നോക്കിക്കോളാം, കുഴപ്പമില്ല, പൊക്കോളൂ, ധൈര്യമായിട്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതേ എല്ലാം സെറ്റായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അമ്മ. ബാഗ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അച്ഛൻ്റെ അമ്മയുടെയും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് 7 കിലോ വെച്ചാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് കൊടുത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അത്രയ്ക്കേ ഉള്ളൂ, ഡ്രസ്സൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നെങ്കിലേ ഉള്ളൂ കേട്ടോ ബുദ്ധിമുട്ട്. എല്ലാം ഓൾറെഡി പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പോയാൽ മാത്രം മതി നെക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. സത്യമായിട്ടും എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ ബിസിനസ് ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഓക്കെ കേട്ടോ. അല്ലാതെ നമ്മുടെ ഈ നോർമൽ ഇതിൽ ഫ്ലൈ ചെയ്യാൻ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. എനിക്കും അതെ, ഏട്ടനും അതെ, വേദയ്ക്കും അതെ, എല്ലാവർക്കും അതെ, അച്ഛനും അതെ, അമ്മയ്ക്കും അതെ, എല്ലാവർക്കും അതെ. നമുക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഒരു 4 hours ജേണി ഉണ്ട് കേട്ടോ. എന്തായാലും പോയല്ലേ പറ്റൂ. അവിടെ ചെന്ന് എത്തിയാൽ രക്ഷപ്പെട്ടു. അച്ഛനെ നിങ്ങളെ പാൻസ് ഒന്നും ഇട്ട് കണ്ടിട്ടില്ലല്ലോ. യെസ്, അച്ഛൻ പാൻസൊക്കെ ഇട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. എങ്കിലും ഒരു മുണ്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. റൂമിലേക്ക് ചെന്ന് ആരും കാണൂലല്ലോ. റൂമിനകത്തൊക്കെ വേണമെങ്കിൽ മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കാമല്ലോ. ഞാൻ ഭയങ്കര സ്റ്റൈലിൽ ഷോയിൽ ആ ട്രോളിയെ അങ്ങനെ ഉരുട്ടി വിട്ടതാട്ടോ. അവിടെ ചെന്ന് ഇടിച്ച് വന്നു. ഞാൻ കരുതി ട്രോളി പൊട്ടിയെന്ന് കരുതി, പക്ഷെ ഒന്നും ചെയ്തില്ല. പിന്നെ അപ്പോൾ അമ്മയും അച്ഛനാണ് നമ്മുടെ കൂടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ തായ്ലൻഡിലാണുള്ളത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിക്കവാറും തായ്ലൻഡിലായിരിക്കും. മിക്കവാറും അല്ല, തായ്ലൻഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്.
പക്ഷേ വീഡിയോ ഞാൻ നേരത്തെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തു, പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരുന്നു. അതാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്തൊക്കെയോ എങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ വന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ പോയിട്ട് ചിലപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്, ഒരു മുടക്കം വേണ്ടാന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കിയൊക്കെ വീഡിയോസ് 2 ദിവസമായിട്ട് ഇട്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വിശേഷങ്ങൾ ഉറപ്പായിട്ടും തായ്ലാൻഡ് വിശേഷമായിരിക്കും. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴേക്കും അച്ഛനും ചേട്ടനും കൂടി വന്നു. പപ്പിയൊക്കെ ചേട്ടൻ്റെ വീട്ടിലാക്കിയിട്ട് പപ്പി ഓക്കെ ഹാപ്പി ആയിട്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലൊക്കെ നിൽക്കുകയാണ് എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ നിയർ ബൈ പോലീസ് സ്റ്റേഷനിലെല്ലാം നമുക്കൊരു പോർട്ടലുണ്ട് കേട്ടോ, POL എന്ന് പറഞ്ഞിട്ട്. നമുക്കല്ല, എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാവർക്കും ആ ഒരു ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ നമ്മളില്ല എങ്കിൽ അപ് ടു 14 ഡേയ്സ് വരെ എന്തോ നമുക്ക് ഇല്ല എങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്തേക്കാം. നമ്മൾ നമ്മുടെ വീടും സ്ഥലവും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ സേഫാണല്ലേ നമ്മളപ്പോൾ. മീൻസ് നമ്മൾ പോലീസിനെയൊക്കെ അറിയിച്ചിട്ട് പോകും പോലെ തന്നെയാണ് നമ്മൾ എവിടെ പോയാലും ഞങ്ങൾ അറിയിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് പോവാറ്. ഇതിപ്പോൾ ഓൺലൈനായിട്ട് ഇപ്രാവശ്യം ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആണ്. പിന്നെ വീട്ടിൽ പറക്കിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ സാധനങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ റെസിഡൻസിലും കാര്യങ്ങളൊക്കെ പറയും, അവിടെയൊക്കെ CCTV കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വലിയ പേടിയൊന്നുമില്ല, സേഫാണ്. അപ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ, മനസ്സിലാക്കിയല്ലോ. ഓക്കെ, അപ്പോൾ ആരാണ് നമ്മുടെ കൂടെ വരുന്നതെന്ന് കണ്ടല്ലോ. അച്ഛനും അമ്മയാണ്, എൻ്റെ അച്ഛനും അമ്മയാണ്. എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അച്ഛൻ മാൽദീവ്സിൽ അവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛന് വയ്യാണ്ടായപ്പോൾ അമ്മയ്ക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പോകാൻ പറ്റില്ലേ എന്നൊക്കെ ഉള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനിപ്പോൾ ഓൾമോസ്റ്റ് സുഖമായൊക്കെ വന്നതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ ട്രാവൽ പാർട്ട്ണർ, നമ്മൾ പാക്കേജ് എടുത്തിരിക്കുന്നത് സാരഥി ഹോളിഡേയ്സിൻ്റെ പാക്കേജാണ്. നമുക്ക് മലേഷ്യയിൽ പോയി അവരെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവരുടെ തന്നെ പാക്കേജ് വീണ്ടും എടുത്തത്. ആക്ച്വലി ഞാൻ വേറെയും ഒരുപാട് ട്രാവൽ ഏജൻസിയായിട്ട് കോൺടാക്ട് ചെയ്തു കേട്ടോ ഈ ഒരു തായ്ലൻഡ് പാക്കേജ് നോക്കിയിട്ട്. അപ്പോൾ അതിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നി. നമ്മൾ എത്ര പാക്കേജ് നോക്കിയിട്ടും നമുക്ക് സാരഥി ഹോളിഡേയ്സിൻ്റെ പാക്കേജ് മാത്രമേ ഓക്കെ ആവുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ നമ്മൾ മലേഷ്യയിൽ ട്രിപ്പ് പോയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയായി, പാക്കേജ് എങ്ങനെയായി, ഏതാന്നൊക്കെ ഉള്ളത്. അത് ഇപ്പം ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്താണ് പോകുന്നത്. ഞങ്ങൾ 5 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാക്കേജ് തരുമ്പോൾ ചിലപ്പോൾ അതിൽ കുറേ സ്ഥലങ്ങൾ ഉണ്ടാവില്ല, അത് ആഡ് ചെയ്യാൻ പറയും. പിന്നെ ഹോട്ടൽ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ അങ്ങനെയുള്ള ഇതുണ്ടാവും. അതുപോലെ നമ്പർ ഓഫ് പേഴ്സൺസ്, എത്ര പേരാണോ കൂടുതലുണ്ടെങ്കിൽ പാക്കേജിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ആ ഒരു പാക്കേജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഒരു റേറ്റ് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ ആണ്, ഏത് തരത്തിലുള്ള റൂംസ് വേണം എന്നൊക്കെ ഉള്ളത്, എത്ര പേരുണ്ട് ഒക്കെ നോക്കിയിട്ടായിരിക്കും എമൗണ്ട് വരുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവരെ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അബൌട്ട് തായ്ലൻഡ് പാക്കേജ്. അല്ലെങ്കിൽ തായ്ലൻഡ് മാത്രമല്ല കേട്ടോ, അവർക്ക് ഇൻ്റർനാഷണൽ എല്ലാ ഉണ്ട്, മലേഷ്യ, ദുബായ് ഒക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യക്കകത്തും അവരെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് അവർക്ക് എവിടെ നിങ്ങൾക്ക് പോകണമെന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ എബൌട്ട് ദിസ് പ്ലേസ് ചോദിക്കുമ്പോൾ അവർ പാക്കേജ് പറഞ്ഞു തരും. പിന്നെ നമുക്ക് എന്നിട്ട് അവരുമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തായ്ലൻഡ് വിശേഷം. ഇനി അങ്ങോട്ട് തായ്ലൻഡ് യാത്രാ വിശേഷങ്ങളായിരിക്കും. നാളെ നമ്മൾ മോർണിംഗ് കൊച്ചിയിലേക്ക് പോവുകയാണ്. പോയിട്ട് ഈവനിങ് ആണ് ഫ്ലൈറ്റ്. അപ്പോൾ നാളെ മുതലുള്ള വീഡിയോസ് എങ്ങനെയാണ് ഏതാണെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കും, കാരണം നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുമല്ലേ. അപ്പോൾ മാക്സിമം സ്ഥലങ്ങൾ വീഡിയോസ് എല്ലാം ഞാൻ എടുക്കും. അത് എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ 2-3 ദിവസം വീഡിയോസൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ വന്നാൽ ആ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇടും. അതിനിടയ്ക്ക് എനിക്ക് അവിടെ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാവേ. ഇപ്പോൾ നൈറ്റൊക്കെ നമ്മൾ എവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നൈറ്റൊക്കെ പോയിട്ടൊക്കെ വന്ന് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തതൊക്കെ നടക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് വന്ന ശേഷം ആയിരിക്കും ഇടുന്നത്. ഇതിനിടയ്ക്ക് 1-2 ദിവസം വീഡിയോസ് ഇല്ല എങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി തായ്ലൻഡ് വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.